ഓരോ ദിനവും ഖുർആനിനൊപ്പം നന്മ വഴി 238 ദിവസം. സൂറത്തുൽ ബഖറ 228. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. والمطلقات يتربصن بأنفسهن 3 قروء ولا يحل لهن أن يكتمن ما خلق الله في أرحامهن إن كن يؤمن بالله واليوم الآخر وبعولتهن أحق بردهن في ذلك إن أرادوا إصلاحا ولهن مثل الذي عليهن بالمعروف وللرجال عليهن درجة والله عزيز حكيم. വിവാഹമുക്തകൾ 3 മാസമുറക്കാലം സ്വയം കാത്തിരിക്കേണ്ടതാകുന്നു. അവരുടെ ഗർഭാശയത്തിൽ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളതിനെ മറച്ചുവെക്കുന്നത് അവർക്ക് അനുവദനീയമല്ല. അവർ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവരുടെ ഭർത്താക്കന്മാർ അനുരഞ്ജനം ആഗ്രഹിച്ചാൽ ഈ കാലയളവിൽ അവരെ ഭാര്യാപദത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അവർക്ക് ഏറെ അവകാശമുള്ളതാകുന്നു. സ്ത്രീകൾക്ക് ന്യായമായ അവകാശങ്ങളുണ്ട്. അവർക്ക് ബാധ്യതകളുള്ളതുപോലെ തന്നെ പുരുഷന്മാർക്ക് അവരുടെ മേൽ ഒരു സ്ഥാനമുണ്ട്. എന്നാൽ എല്ലാവരുടെയും മീതെ അജയ്യനായ അധികാരസ്ഥനും അഭിജ്ഞനുമാകുന്നു അള്ളാഹു. ഒരു സ്ത്രീ വിവാഹമുക്തയായാൽ ഉടനെ പോയി മറ്റൊരു വിവാഹത്തിൽ ഏർപ്പെട്ടുകൂടാ. വിവാഹബന്ധം ഗുരുതരവും പാവനവുമായ ബന്ധമാണ്. ഒരു വാക്കുകൊണ്ട് മുറിച്ചു കളയാവുന്നതോ ഒരു നാളുകൊണ്ട് മറന്നു കളയാവുന്നതോ അല്ല. വിവാഹമുക്ത 3 മാസമുറക്കാലം കാത്തിരിക്കണം. അതിനിടയിൽ അവൾ ഭർത്താവിൽ നിന്ന് ഗർഭിണിയാണോ അല്ലേ എന്ന് വ്യക്തമാകും. ഗർഭിണിയാണെങ്കിൽ പ്രസവം വരെ പുനർവിവാഹത്തിൽ നിന്ന് മാറി നിൽക്കണം. ഗർഭം മറച്ചുവെച്ച് പുനർവിവാഹത്തിലേർപ്പെടുന്നത് കുറ്റകരമാണ്. പുരുഷനിൽ പുനർവിചാരമുണ്ടാവാനും അതുവഴി ദാമ്പത്യ ജീവിതം പുനഃസ്ഥാപിക്കപ്പെടാനും അവസരമുണ്ടാക്കുക എന്നതും ഇദ്ദയുടെ ലക്ഷ്യമാണ്. വീണ്ടു വിചാരമുണ്ടാവുകയാണെങ്കിൽ മറ്റേതൊരു പുരുഷനേക്കാളും ആ സ്ത്രീയെ ഭാര്യയായി സ്വീകരിക്കാൻ അർഹതയും അവകാശവുമുള്ളത് അയാൾക്കു തന്നെയാണ്. അതിനയാൾ വേറെ നിക്കാഹ് നടത്തേണ്ടതില്ല. ദാമ്പത്യ ജീവിതം പുനരാരംഭിച്ചാൽ മതി. ഭാര്യയെ തിരികെ സ്വീകരിച്ചതിന് 2 ആളുകളെ സാക്ഷികളാക്കണമെന്ന് മാത്രം. സ്ത്രീക്കും പുരുഷനും അവകാശങ്ങളും ബാധ്യതകളുമുണ്ട്. ആരും മറ്റൊരാളുടെ അടിമയല്ല. കുടുംബത്തിൻ്റെ നേതൃത്വം പുരുഷനാണ്. അതിൻ്റെ ന്യായങ്ങൾ ഖുർആൻ തന്നെ മറ്റിടങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. അള്ളാഹു അജയ്യനും പരമാധികാരിയുമാണെന്ന് ഇവിടെ അനുസ്മരിച്ചത് ശ്രദ്ധേയമാണ്. പുരുഷനും കുടുംബത്തിലുള്ള പദവി അള്ളാഹുവിൻ്റെ അജയ്യതക്കും പരമാധികാരത്തിനും വിധേയമാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ